ഞാനിന്ന് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ ഈ പശുക്കൾക്ക് ഗ്യാസ് കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഇഞ്ചി, വെളുത്തുള്ളി, സോഡാപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നാട്ടുമരുന്നുകൾ നമ്മൾ ആദ്യം കൊടുക്കും. ഞങ്ങളും അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഡോക്ടറാണ് പറഞ്ഞു തന്നത്, ഈ ഇല, ഇത് പെരുവില. ഞങ്ങളുടെ നാട്ടിൽ പെരുവില എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചോളൂ. ഈ വട്ടം പോലെ ഇരിക്കുന്ന ഇലയാണ് പെരുവില. അപ്പോൾ എനിക്കും ഈ ഇല പെരുവിലയെന്നാണ് അറിയാം. അപ്പോൾ ഇതിനെ എടുത്ത് പുഴിഞ്ഞ് പിന്നെ മിക്സിയിലടിക്കണം. മിക്സിയിലടിച്ചാണ് ഇവർക്ക് കൊടുക്കാറ്. നമ്മൾ മരിച്ചിനി ഇലയാണ് കേട്ടോ, ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ അതാ കൊടുക്കാറ്. അങ്ങനെ കൊടുക്കുമ്പം ഗ്യാസ് വരാറുണ്ട്. പൊതുവേ എല്ലാ പശുക്കൾക്കും ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരാറുണ്ട്. ഇവിടെ ചാലയ്ക്കാണ് ഏറ്റവും കൂടുതൽ മരിച്ചിനി ഇവിടുന്ന് പോകാറ്. ചാലയ്ക്കും പിന്നെ ചന്തയിലിരുന്ന് തൂക്കുന്നവരുണ്ട്. അപ്പം അവരൊക്കെ ഒരുമിച്ച് മരിച്ചിനി എടുത്തിട്ട് നമുക്കതിൻ്റെ ഇല കമ്പൊക്കെ നമുക്ക് തരും. അപ്പം വൈക്കോലിനെക്കാളും നമുക്കത് ലാഭമാണ്. കൊടുക്കാൻ പാടില്ല എന്ന് ചിലരൊക്കെ മെസ്സേജ് ഇവിടെ കമൻ്റ് ഇടുന്നുണ്ട്. അതെനിക്കറിയാം, പക്ഷേ അത് തെറ്റാണെന്നറിയാം. പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൊടുക്കാറുണ്ട് കേട്ടോ. പണ്ടേ എനിക്കറിയാമെന്നുള്ളത് ചെറിയ പ്രായത്തിലേ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളും കൊടുത്തത്. അപ്പോൾ എന്തായാലും പിന്നെ ഗ്യാസ് വരുന്ന പശുവിന് ഇത് നിങ്ങൾ കൊടുത്തോളൂ. ഇത് കൊടുക്കുമ്പോൾ എന്തായാലും മാറ്റം വരും. ഇതിനെ മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിലടിച്ചാണ് കൊടുക്കേണ്ടത്. കൊടുത്തിട്ട് എന്തായാലും റിസൾട്ട് കാണും കേട്ടോ. റിസൾട്ട് ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പം ഈ ഇല നിങ്ങളുടെ നാട്ടിലൊക്കെ കാണുമല്ലോ. ഇത് ഇടിച്ച് പിഴിഞ്ഞ് കൊടുത്തോളൂ. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്, നാട്ടുമരുന്ന് കഴിവതും നാട്ടുമരുന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. കൊടുത്തിട്ട് പിന്നീട് നമുക്കത് മാറിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. മഞ്ഞും തരങ്ങളിൽ മനസ്സിൻ്റെ മുറിവിന് കടലോളമാഴമുണ്ടായിരുന്നു. ഇറ്റു വീഴുന്നൊരൻ കണ്ണുനീർത്തുള്ളിക്ക് ചോരതൻ ഗന്ധം പരന്നിരുന്നു. രൗദ്രഭാവത്തിൻ്റെ കയ്പുനീരിൻ പശി മാറ്റിയ ദിനങ്ങൾ കടന്നുപോയി. മണ്ണും തരങ്ങളിൽ മനസ്സിൻ്റെ മുറിവിന് കടലോളമാഴമുണ്ടായിരുന്നു.